Hi, welcome to Ed-Gaadi. എൻ്റെ പേര് ആരോമൽ and I'm your Python instructor for this course. Before we begin this course, let's try to understand the whole purpose of this course. Okay. Actually, എന്താണ് Python? If you're watching this course, you might already know that Python is a programming language. So, എന്താണ് ഒരു programming language? In fact, let's put aside programming language for now. എന്തിനാണ് നമ്മളൊരു നോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഫ്യൂ ലാംഗ്വേജസ് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, we have English, Malayalam, and we have Hindi. These are languages. So, എന്തിനാണ് നമ്മളൊരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we use a language to communicate with human beings. So, coming back to the question, what is a programming language? ഒരു നോർമൽ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹ്യൂമൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. സോ ലെറ്റ്സ് ലിസ്റ്റ് ഔട്ട് എ ഫ്യൂ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. വി ഹാവ് C++, we have C, we have Java, and of course we have Python. These are programming languages. And programming languages are used to communicate with computers. So with any one of these languages, you can basically interact with a computer. അടുത്തൊരു റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്തിനാണ് ആക്ച്വലി നമ്മൾ കമ്പ്യൂട്ടേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇൻ സിമ്പിൾ ടേംസ്, computers are actually better than human beings at a particular task. That means if you teach a computer how to do a particular task, the computer can actually perform that task better than a human being. Actually, ഒരു എക്സാമ്പിൾ വെച്ച് നമുക്കിത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. On one hand, we have a human being. Okay, his name is John. And on the other hand, we have a computer. ഈ രണ്ട് പേർക്കും നമ്മൾ ഒരു ടാസ്ക് കൊടുക്കുകയാണ്. Say the task is to multiply two numbers and the numbers are so two big numbers. So ആരായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന് ഫസ്റ്റ് ഉത്തരം കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ you might have already guessed it's a computer because you know computers are very fast. But how fast is a computer? Obviously എല്ലാ കമ്പ്യൂട്ടേഴ്സിൻ്റെ സ്പീഡ് സെയിം അല്ല. ഇപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ സ്പീഡ് ആയിരിക്കില്ല നിങ്ങളുടെ സുഹൃത്തിൻ്റെ ലാപ്ടോപ്പ്. സോ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു അവറേജ് കമ്പ്യൂട്ടർ നമുക്ക് എടുക്കാം. ഇന്ന് അവൈലബിൾ ആയിട്ടൊരു അവറേജ് ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് 3 GHz. സോ ഇതിൻ്റെ മീനിങ് എന്താണ്? ദിസ് മീൻസ് ദാറ്റ് എ കമ്പ്യൂട്ടർ ക്യാൻ എക്സിക്യൂട്ട് 3 billion ഇൻസ്ട്രക്ഷൻസ് ഇൻ 1 second. ദാറ്റ് ഈസ് 3 billion ഇൻ 1 second. എന്താണ് ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇൻസ്ട്രക്ഷന് ഉദാഹരണമാണ്. ലൈക്ക് ദിസ് എ കമ്പ്യൂട്ടർ ക്യാൻ എക്സിക്യൂട്ട് 3 billion ഇൻസ്ട്രക്ഷൻസ് ഇൻ 1 second. ദാറ്റ് മീൻസ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഒരു ലൈഫ് ടൈം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ a computer can achieve within seconds. Not days, not minutes, but within seconds. And I'm not talking about supercomputers owned by Google. I'm talking about your normal laptop. മറ്റൊരു റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ബ്രെയിനിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഒരു കമ്പ്യൂട്ടറിന് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. വെൽ ദ ഷോർട്ട് ആൻസർ ഇസ് യെസ്, ബട്ട് യു ഹാവ് ടു ടീച്ച് ഇറ്റ് ഹൗ ടു ഡു ഇറ്റ്. ഫോർ എക്സാമ്പിൾ, കമ്പ്യൂട്ടറിന് ചെസ്സ് കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെസ്സ് അത്യാവശ്യം വളരെ കോംപ്ലിക്കേഷൻസ് നിറഞ്ഞൊരു കളിയാണല്ലേ. കമ്പ്യൂട്ടേഴ്സിന് ചെസ്സ് കളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും, ബട്ട് യു ഹാവ് ടു ടീച്ച് ഇറ്റ് ഹൗ ടു പ്ലേ ചെസ്. ബട്ട് ഇവിടുത്തെ പ്രീ റിക്വസിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ചെസ്സ് കളിക്കാൻ അറിയണം എന്നുള്ളതാണ്. ഒബിയസ്ലി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. കൺസിഡർ ദ സെൻറ്റൻസ്. ഓക്കെ, ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ് ഈ ഒരു സെൻറ്റൻസിലെ ഇ എന്ന് പറയുന്ന ലെറ്റർ റിമൂവ് ചെയ്ത് നിങ്ങളൊരു പുതിയൊരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യണം. ലെറ്റ്സ് ഡു ദിസ്. ഓക്കെ, ആക്ച്വലി ഈ ഒരു ടാസ്ക് നിങ്ങൾക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റി. കാരണം സോ ഈ ഒരു ടാസ്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ
ഒരു കമ്പ്യൂട്ടറെ കൊണ്ടും നിങ്ങൾക്ക് സെയിം ടാസ്ക് ചെയ്യിക്കാൻ പറ്റും. But what you have to do is you have to basically convert the logic you applied here to computer's logic. നിങ്ങൾ എന്ത് ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒബിയസ്ലി ഈ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ സ്കാൻ ചെയ്ത് കാണും. സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇ എന്ന് പറയുന്ന ലെറ്റർ എൻകൗണ്ടർ ചെയ്ത സമയത്ത് മൊത്തം നിങ്ങൾ ആ ഒരു ലെറ്റർ ആ സെൻറ്റൻസിൽ നിന്ന് റിമൂവ് ചെയ്യുകയായിരുന്നു. സോ ഇൻ കമ്പ്യൂട്ടർ ടേംസ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ബേസിക്കലി ഫീഡ് ദിസ് ടു കമ്പ്യൂട്ടേഴ്സ് മെമ്മറി. ഈ ഒരു സെൻറ്റൻസ് ഒബിയസ്ലി കമ്പ്യൂട്ടർ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ഫസ്റ്റ്ലി കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലേക്ക് ഫീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ നിങ്ങൾ അപ്ലൈ ചെയ്ത സെയിം ലോജിക്ക് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടറെ കൊണ്ട് സെൻറ്റൻസിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ സ്കാൻ ചെയ്യിക്കുക. ഇ എന്ന് പറയുന്ന ലെറ്റർ എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ അത് സെൻറ്റൻസിൽ നിന്ന് റിമൂവ് ചെയ്യുക ആൻഡ് മേ ബി പ്രിൻറ്റ് ദ ഫൈനൽ റിസൾട്ട് ഓൺ ദ സ്ക്രീൻ. സോ ബേസിക്കലി നിങ്ങളുടെ ലോജിക്കാണ് കമ്പ്യൂട്ടറിൻ്റെ ലോജിക്കായിട്ട് കൺവേർട്ട് ചെയ്തത്. Basically, you can see it like a small portion of your brain, which is running inside a computer. So, ചുരുക്കി പറഞ്ഞ ഒരു ഹ്യൂമൻ ബ്രെയിനിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഒരു കമ്പ്യൂട്ടറെ കൊണ്ടും ചെയ്യാൻ സാധിക്കും. From adding numbers to playing chess to finding a cure for a disease. So, coming back to the question, what is the purpose of this course? Well, by completing this course, you are basically unlocking the true potential of the greatest device ever created by humankind. Again, welcome to this course and let's get started. Now let's install Python on our system. Okay, Python install ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. Let's go to Google and type download Python. Okay, ഫസ്റ്റ് കാണുന്ന ലിങ്കിലേക്ക് നമുക്ക് കയറാം. ഇത് പൈത്തണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. So you have this option called download Python. Okay, click on that and basically Python will be downloaded on your system. Let's open that. So first കാണുന്ന ഈ വിൻഡോയിൽ add python.exe to path ഈ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഓപ്ഷൻ്റെ റിലവൻസ് നമുക്ക് പിന്നീട് സംസാരിക്കാം. ബട്ട് ഫോർ now just check this option. Now let's choose install now. Okay, yes കൊടുക്കുക. So basically Python will be installed on your device. Okay, ഇപ്പോൾ പൈത്തൺ ബേസിക്കലി നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൈത്തൺ എങ്ങനെയൊക്കെയാണ് റൺ ചെയ്യുന്നത് എന്ന് നോക്കാം. പൈത്തൺ നമുക്ക് പല രീതിയിൽ റൺ ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഫ്യൂ ഓപ്ഷൻസ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഐഡിൽ യൂസ് ചെയ്തുകൊണ്ടാണ്. സോ ലെറ്റ്സ് സെർച്ച് ഫോർ ഐഡിൽ. യു ക്യാൻ സീ ദിസ് ഓപ്ഷൻ. ബേസിക്കലി ഐഡിൽ എന്ന് പറയുന്നത് പൈത്തൺ റൺ ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങൾക്ക് കാണാം. സോ ദിസ് ഈസ് ഐഡിൽ. ഇൻഫാക്റ്റ് നമുക്ക് പൈത്തൺ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യിക്കുക എന്നുള്ളതാണ്. ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ, സോ ഐ ടാപ്പ് പ്രിൻറ്റ് ഹലോ വേൾഡ്. സോ ആസ് യു ക്യാൻ സീ ഹലോ വേൾഡ് ഈസ് പ്രിൻറ്റഡ് ഓൺ ദ സ്ക്രീൻ. ആക്ച്വലി പ്രിൻറ്റ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് ഒരു പൈത്തൺ ഫംഗ്ഷനാണ്. എന്താണ് ഒരു പൈത്തൺ ഫംഗ്ഷൻ എന്ന് നമുക്ക് ഭാവിയിൽ ഡിസ്കസ് ചെയ്യാം. ബട്ട് ഫോർ നൗ അണ്ടർസ്റ്റാൻഡ്, പ്രിൻ്റ് എന്ന് കൊടുത്ത് ഈ രണ്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് അത് ബേസിക്കലി പ്രിൻ്റ് ആകും. ടെക്സ്റ്റ് ആയിക്കോട്ടെ നമ്പർ ആയിക്കോട്ടെ അത് ബേസിക്കലി സ്ക്രീനിൽ പ്രിൻ്റ് ആകും. സോ പൈത്തൺ റൺ ചെയ്യാനുള്ള ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മളിപ്പോൾ കണ്ടത്, യൂസിങ് ഐഡിൽ. ഓക്കെ, നമുക്ക് അടുത്ത ഓപ്ഷൻ എക്സ്പ്ലോർ ചെയ്യാം. ദി നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് ബൈ യൂസിങ് ദി കമാൻഡ് പ്രോംപ്റ്റ് ഇൻ വിൻഡോസ്. ഓക്കെ, സോ ലെറ്റ്സ് കം ടു സെർച്ച് ബാർ ഹിയർ ആൻഡ് ടൈപ്പ് ഫോർ CMD. ഓക്കെ, CMD ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ആൻഡ് ലെറ്റ്സ് ടൈപ്പ് പൈത്തൺ. സോ നമ്മൾ ഈ ഐഡിലിൽ കണ്ട പോലെ തന്നെ ഈ 3 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇവിടെയും വന്ന് കാണണം. റൈറ്റ്, പൈത്തൺ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ ഈ 3 ഗ്രേറ്റർ ദാൻ സിമ്പിൾ സ്ക്രീനിൽ ബേസിക്കലി ഡിസ്പ്ലേ ആകണം. അപ്പോൾ ഐഡിൽ എന്ന് പറയുന്ന ടൂളിൽ നിങ്ങൾ പ്രിൻ്റ് ചെയ്യിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഇവിടെയും ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യിക്കാൻ ശ്രമിക്കാം. ഓക്കെ, പ്രിൻറ്റ് ഹലോ വേൾഡ്. സോ ഇതാണ് ബേസിക്കലി പൈത്തൺ റൺ ചെയ്യാനുള്ള രണ്ടാമത്തെ ഓപ്ഷൻ. ബട്ട് നോർമലി നമ്മൾ പൈത്തൺ റൺ ചെയ്യുന്നത് ഈ ഒരു അപ്രോച്ച് വഴി ആയിരിക്കില്ല. ബിക്കോസ് നമ്മളുടെ പൈത്തൺ കോഡ് ബേസിക്കലി ഒരു പൈത്തൺ ഫയലിലായിരിക്കും ഉള്ളത്. സോ എങ്ങനെയാണ് ഒരു പൈത്തൺ ഫയൽ റൺ ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, സോ ഒരു പൈത്തൺ ഫയൽ റൺ ചെയ്യുന്നതിന് മുന്നേ ലെറ്റ്സ് ക്രിയേറ്റ് എ ഫോൾഡർ. ഓക്കെ,
സോ ഈ ഒരു ഫോൾഡറിലായിരിക്കും നമ്മളുടെ പൈത്തൺ ഫയൽസ് ഇടാൻ പോകുന്നു. ഓക്കെ, ലെറ്റ്സ് കോൾ ഇറ്റ് Ed-Gaadi. I'll create a separate folder called Python files. Okay. സോ ഈ ഒരു ഫോൾഡറിൻ്റെ അകത്തേക്ക് നമുക്കൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് എഡിറ്റർ ചൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതിൻ്റെ അകത്ത് ഞാൻ ബേസിക്കലി നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത സെയിം പൈത്തൺ കോഡ് ടൈപ്പ് ചെയ്യുകയാണ്. സേ ദാറ്റ് ഇസ് പ്രിൻറ്റ് hello world. Okay, and let's save this to this particular folder. ഇപ്പോൾ ഇതൊരു .py എക്സ്റ്റൻഷൻ ഉള്ളൊരു ഫയലായിരിക്കും. ബേസിക്കലി പൈത്തൺ ഫയൽസ് എൻഡ് ചെയ്യുന്നത് .py എന്ന എക്സ്റ്റൻഷനോട് കൂടിയാണ്. ലെറ്റ്സ് നെയിം ദിസ് hello world .py. ഓക്കെ, സോ ഈ ഒരു പൈത്തൺ ഫയൽ നമുക്ക് റൺ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ അതിനായിട്ട് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ഫോൾഡറിലേക്ക് വരിക, ഈ അഡ്രസ് ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം cmd എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ദെൻ ഐ ക്യാൻ ടൈപ്പ് പൈത്തൺ ഫോളോഡ് ബൈ ദി നെയിം ഓഫ് ദി ഫയൽ, ഇൻ ദിസ് കേസ് hello world.py. സോ ബേസിക്കലി ആ പൈത്തൺ ഫയലിൻ്റെ അകത്ത് നമ്മൾ എഴുതിയ പൈത്തൺ കോഡാണ് നിങ്ങൾ ഇവിടെ റൺ ആകുന്നതായിട്ട് കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആ ഒരു പൈത്തൺ ഫയൽ മോഡിഫൈ ചെയ്യണമെന്ന് വിചാരിക്കുക. ഐ ആഡ് വൺ മോർ ലൈൻ കോൾഡ് വെൽക്കം ടു Ed-Gaadi or something, ആൻഡ് ഐ സേവ് ഇറ്റ്. എന്നിട്ട് നമുക്ക് ആ ഒരു പൈത്തൺ ഫയൽ ഒന്നുകൂടെ റൺ ചെയ്യാൻ ശ്രമിക്കാം. സി നൗ ദ റിസൾട്ട് ഇസ് ഡിഫറെൻറ്റ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു പൈത്തൺ ഫയൽ റൺ ചെയ്യുന്നത്. സോ ത്രൂ ഔട്ട് ദിസ് കോഴ്സ് നമ്മൾ ഈ ഒരു അപ്രോച്ച് ആയിരിക്കും യൂസ് ചെയ്യുന്നത് പൈത്തൺ റൺ ചെയ്യാൻ. നമുക്ക് പൈത്തൺ റൺ ചെയ്യാനുള്ളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടി പരിചയപ്പെടാം. ഇറ്റ്സ് കോൾഡ് കോലാബ്സ്, ഗൂഗിൾ കോലാബ്സ്. ഓക്കെ, സോ ലെറ്റ്സ് എക്സ്പ്ലോർ ഗൂഗിൾ കോലാബ്സ്. സോ ലെറ്റ്സ് ടൈപ്പ് ഗൂഗിൾ കോലാബ്സ്. സോ ബേസിക്കലി നിങ്ങൾക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. സോ ഐ വിൽ സൈൻ ഇൻ യൂസിങ് മൈ ജിമെയിൽ അഡ്രസ്. Okay, now we have signed into Google Colab. So let's go to File and create a new notebook. So basically നിങ്ങൾ കാണുന്നത് ഒരു സെല്ലാണ്. ഇതിലാണ് നമ്മൾ ബേസിക്കലി പൈത്തൺ ടൈപ്പ് ചെയ്യേണ്ടത്. You can basically type here print hello. Okay, and you can run this Python code by simply pressing on this play like button. So it is connecting. So first time run ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും, അത് കഴിഞ്ഞ് it will speed up. See, you can basically modify that. So that is about Google Colab. നിങ്ങൾക്ക് പൈത്തൺ റൺ ചെയ്യാൻ എനി വൺ ഓഫ് ദീസ് മെത്തേഡ്സ് ഉപയോഗിക്കാം. സോ ബേസിക്കലി നമ്മളിപ്പോൾ ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ് ചെയ്താണ് ഇപ്പോൾ സംസാരിച്ചത്. നിങ്ങൾ മേ ബി യൂസ് ചെയ്യുന്നത് മാക് ആയിരിക്കാം, മേ ബി ലിനക്സ് ആയിരിക്കാം. അപ്പോൾ ഓരോന്നിലും പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സും ഡിഫറെൻ്റ് ആയിരിക്കാം, റൈറ്റ്? സോ മാക്കിലാണെങ്കിൽ നമ്മളിപ്പോൾ വിൻഡോസിൻ്റെ കേസ് നമ്മൾ യൂസ് ചെയ്ത് CMD ആണെങ്കിൽ മാക്കിൽ ടെർമിനലാണ്. സോ ആ ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വേണം നിങ്ങൾ ചെയ്യാൻ. സോ ദാറ്റ് ഈസ് അബൌട്ട് ഇൻസ്റ്റാളിങ് പൈത്തൺ ആൻഡ് യുവർ ഫസ്റ്റ് പൈത്തൺ പ്രോഗ്രാം. സോ നിങ്ങൾക്കൊരു ടാസ്ക് ഞാൻ തരാം. ടാസ്ക് ഈസ് ടു ബേസിക്കലി ഇൻസ്റ്റാൾ പൈത്തൺ ആൻഡ് പ്രിൻറ്റ് യുവർ നെയിം ഓൺ ദി സ്ക്രീൻ. സോ ഇത് വളരെ ചെറിയൊരു ടാസ്ക്കാണ്, ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഡു ദിസ് സ്മോൾ ടാസ്ക് ബിക്കോസ് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് പ്രോഗ്രാമിംഗ് പഠിച്ചെടുക്കുക ഇറ്റ്സ് നോട്ട് പോസിബിൾ. So the task is very simple. Just install Python and print your name on the screen. Actually നിങ്ങൾ നെയിം തന്നെ പ്രിൻറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്യാം. ട്രൈ ടു എക്സ്പെരിമെൻറ്റ് വിത്ത് ദാറ്റ്
പ്രോഗ്രാം. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മൾ ഇപ്പോൾ പൈത്തൺ റൺ ചെയ്യാൻ പല മെത്തേഡ്സ് പരിചയപ്പെട്ടു. എല്ലാ മെത്തേഡും നിങ്ങൾ ട്രൈ ചെയ്യുക. ഗൂഗിൾ കോലാബിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ഡു യുവർ പ്രോഗ്രാം ദെയർ ഓൾസോ. So that concludes this video on installing Python and your first Hello World program. Okay, thank you.